ഹായ് ഗായ്സ്, Rifzon ഹാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ പവർ ബാങ്ക് ആണ്. അത്യാവശ്യം വലിയ സൈസ് വരാത്തൊരു കുഞ്ഞ് സൈസ് മാത്രമേ നമ്മുടെ പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെ ഒക്കെ പോക്കലിലിട്ട് സിമ്പിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പവർ ബാങ്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ PVC പൈപ്പ്, ഏകദേശം 1/2 ഇഞ്ച് വീതിയും 10 സെൻറ്റിമീറ്റർ നീളവും മാത്രം വരുന്ന ഒരു ചെറിയ പൈപ്പിനകത്ത് 2700 mAh ഒരു ബാറ്ററി. അതിൻ്റെ സിമ്പിളാണെന്ന് പറയാനുള്ള കാര്യം, അതിൻ്റെ സർക്യൂട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 2 കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ സൈസ് വെറും ചെറിയ സൈസാണ്, നമ്മളെ പോക്കറ്റിലൊക്കെ ഇട്ട് സിമ്പിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. Rifzon ഹാക്സ് സൈനിങ് ഇൻ. ഹായ് ഗൈസ്, ഇതൊരു PVC പൈപ്പിൻ്റെ 9 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു പീസാണ്. ഇതിൻ്റെ 2 എൻഡ് നമ്മൾ പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ഇത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 mm തിക്നെസ് വരുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്. നമ്മുടെ പൈപ്പിൻ്റെ 2 എൻഡും കവർ ചെയ്യാൻ വേണ്ടി ആ ഒരു ഡയമീറ്ററിൽ 2 സർക്കിൾ പീസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമ്മുടെ പൈപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പെയിൻറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചൊരു സർക്കിൾ പീസ് എടുക്കാം. ഇതാണ് നമ്മുടെ പവർ ബാങ്കിൻ്റെ ബോർഡ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ പവർ ബാങ്കിന് സൂട്ടായിരിക്കുന്ന രീതിയിലൊരു ഹോൾ ആ സർക്കിളിൻ്റെ പീസിൽ നമ്മൾ ഇടണം. നമ്മൾ ആ ഹോൾട്ട് കഴിഞ്ഞു. ഇനി അത് കറക്റ്റായിട്ട് ഷൂട്ട് ആവുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് ഷൂട്ട് ആവുന്നുണ്ട്. നമുക്കിതൊന്ന് ഗ്ലൂ അടിച്ച് ഫിക്സ് ചെയ്യാം. പ്രോപ്പറായിട്ട് ഗ്ലൂ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ 3.7 വോൾട്ട് 2.2 AHൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതിൻ്റെ നെഗറ്റീവ് നമ്മുടെ പവർ ബാങ്ക് ബോർഡിൻ്റെ B നെഗറ്റീവ് എന്ന് പറയുന്ന പോർഷനിലോട്ട് കണക്ട് ചെയ്യണം. ഇതിൻ്റെ പോസിറ്റീവ് പവർ ബാങ്ക് ബോർഡിൻ്റെ B പോസിറ്റീവ് എന്ന് പറയുന്ന പോർഷനിലോട്ട് കണക്ട് ചെയ്യണം. ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നമുക്കൊരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് നമുക്ക് റെഡ് വയറും കണക്ട് ചെയ്യാം. പ്രോപ്പറായിട്ട് ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ റെഡ് വയർ ഒന്ന് മടക്കി വെച്ച് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടൊന്ന് റൗണ്ട് ചെയ്യാം.
ഇനി ആ റെഡ് വയർ നമുക്ക് ബി പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ആ നെഗറ്റീവിൻ്റെ ബ്ലാക്ക് വയർ നമുക്ക് ബി നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ കണക്ഷൻ ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. ഇത് നമ്മുടെ പൈപ്പ് ഒന്ന് പെയിൻ്റ് അടിച്ചതാണ്. ഒരു വുഡിഷ് എഫക്റ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പെയിൻറ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കണക്ഷൻ കൊടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിയും പവർ ബാങ്കിൻ്റെ ബോർഡും കൂടെ ഈ പൈപ്പിനകത്തേക്ക് അസംബിൾ ചെയ്ത് വെക്കാം. ഇതിൻ്റെ രണ്ട് എൻഡും നമുക്ക് ഫെവിക്വിക്ക് യൂസ് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Rifzon സൈനിങ് ഔട്ട്.